ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം പുലർത്തുന്ന മൂന്ന് ശക്തമായ രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, അമേരിക്ക. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയ്ക്ക് വലിയൊരു നാവിക സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ ചൈനയ്ക്കും. മുത്തുകളുടെ ചരട് സംരംഭത്തിന് കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ വളയാൻ ചൈന ഒരുങ്ങുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം പുലർത്തുന്നതിന് വേണ്ടി ഇന്ത്യയും തന്ത്രങ്ങൾ മെനയുകയാണ്. അതെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്മേലുള്ള നിയന്ത്രണം ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഇന്ത്യ ഒരു പുതിയ തന്ത്രം തന്നെ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തന്ത്രം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. സമുദ്രത്തിലെ ചൈനയുടെ ആധിപത്യം കുറയ്ക്കുന്നതിനായി ഇന്ത്യ ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയിൽ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതയാണ് മലാക്ക കടലിടുക്ക്. ഈ ദ്വീപുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 80% വ്യാപാര കപ്പലുകളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ പ്രദേശത്തിന് വളരെയധികം തന്ത്രപരമായ പ്രാധാന്യമാണ് ഉള്ളത്. ഈ മലാക്ക കടലിടുക്ക് രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ കടൽപാതയാണ്. ഇതിന്റെ വീതി 2 മുതൽ 3 കിലോമീറ്റർ വരെയാണ്. എണ്ണ, ആയുധങ്ങൾ, മറ്റു വ്യാപാര വസ്തുക്കൾ എന്നിവ വഹിക്കുന്ന എല്ലാ കപ്പലുകളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. മലാക്ക കടലിടുക്ക് അടച്ചിടുന്നത് ആഗോള പ്രത്യാഘാതങ്ങൾ വരെ ഉണ്ടാക്കും. 1 ഡസനിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ പോലും ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇവിടെയാണ് ഇന്ത്യയുടെ നേട്ടം. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഈ മലാക്ക കടലിടുക്കിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായ തന്ത്രപരമായ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി പ്രകാരം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണ്. കാമ്പൽ ബേയിൽ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഗ്രേറ്റ് നിക്കോബാറിനായി ഒരു പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ദ്വീപുകളെ ശക്തമായ ഒരു സൈനിക താവളമാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സവിശേഷത, ഇവിടെ എത്താൻ പോകുന്നത് ഇന്ത്യയുടെ അഗ്നി-1 പ്രൈം മിസൈൽ ആണ്. ഈ മിസൈലിന് ഈ പദ്ധതിയിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കാൻ കഴിയും. ഇന്ത്യയുടെ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ്. ഇതിനെ ആകാശത്ത് വെച്ച് തന്നെ ദിശ മാറ്റാനും കഴിയും. ശത്രു കപ്പലുകളുടെ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത് എളുപ്പമാക്കും. ഗ്രേറ്റ് നിക്കോബാറിൽ ഈ മിസൈൽ വിന്യസിച്ചാൽ മലാക്ക കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഏതൊരു ശത്രു കപ്പലിനെയും ഇത് ലക്ഷ്യമിടും. 2021 ജൂണിൽ DRDO അഗ്നി പ്രൈം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. ഇത് 2 ഘട്ടങ്ങളുള്ള കാനിസ്റ്ററൈസ്ഡ് മിസൈലാണ്. അതായത് ഒരു കാനിസ്റ്ററിൽ അപ്പോൾ ആൻഡമാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന റഡാറുകൾക്കോ നിരീക്ഷണ വിമാനങ്ങൾക്കോ ഈ വിവരങ്ങൾ മിസൈൽ യൂണിറ്റുകളിലേക്ക് കൈമാറാൻ കഴിയും. ഇതിനുശേഷം മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ശത്രുവിനെ തടയാനും കഴിയും. ഇതിനെ ആന്റി ആക്സിസ് അല്ലെങ്കിൽ ഏരിയ ഡിനയൽ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നു. അതായത് ശത്രു ഒരു പ്രദേശത്ത് പ്രവേശിക്കുന്നത് തടയുക. ഈ തന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഒരു ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനവും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവഴി കടലിലെ കപ്പലുകളെ നിരീക്ഷിക്കാൻ പുതിയ ഉപഗ്രഹങ്ങൾ സഹായിക്കും. അതുവഴി മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യ വിവരങ്ങൾ ലഭിക്കും. മൊത്തത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് നിർണായകമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വെല്ലുവിളികൾ ഇന്ത്യക്ക് ഇവിടെ നേരിടേണ്ടതായിട്ട് വരും. വിദൂര ദ്വീപുകളിലേക്ക് സാധനങ്ങളും ആയുധങ്ങളും എത്തിക്കുന്നതും, കഠിനമായ കാലാവസ്ഥയിൽ സാധനങ്ങൾ നിലനിർത്തുക, ആശയവിനിമയ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കുക തുടങ്ങിയ വെല്ലുവിളികൾ ഉണ്ട് എങ്കിലും തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെയും ഉൽപാദനത്തിലൂടെയും ഇന്ത്യ ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ശക്തമായ സൈനിക തയ്യാറെടുപ്പുകളോടെ അതെ, ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയിലൂടെ തന്നെ ഇന്ത്യയുടെ കടൽപാതകളെ മികച്ച രീതിയിൽ സംരക്ഷിക്കാനും ഏത് ഭീഷണിയെയും ശത്രുക്കളെയും നേരിടാൻ സജ്ജരാക്കുകയുമാണ്. അതെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിച്ച ഒരു വലിയ അടിസ്ഥാന സൗകര്യ സംരംഭമാണ് ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി. ഒരു അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഇരട്ട ഉപയോഗ സിവിൽ മിലിറ്ററി വിമാനത്താവളം, ഒരു പവർ പ്ലാന്റ്, ഒരു ടൗൺഷിപ്പ് എന്നിവ നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മലാക്ക കടലിടുക്ക് പോലുള്ള പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലേക്കുള്ള ദ്വീപിന്റെ സാമീപ്യം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും വിദേശ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 90,000 കോടി രൂപയിലധികം ചിലവ് വരുന്ന കേന്ദ്രത്തിന്റെ ഗ്രേറ്റ് നിക്കോബാർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്ക് തിങ്കളാഴ്ച ദേശീയ ഹരിത ട്രിബ്യൂണൽ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്ര ഇടനാഴിയായ മലാക്ക കടലിടുക്കിൽ വടക്കൻ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 40 മുതൽ 90 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നിർണായകമായ അന്താരാഷ്ട്ര സമുദ്ര ആശയവിനിമയ പാതകൾക്ക് സമീപമാണ് ഈ ദ്വീപ്. കൂടാതെ ദക്ഷിണ ചൈന കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ ചൈനീസ് കപ്പൽ ഗതാഗതം സാധ്യമാക്കുന്ന സുന്ദ, ലോംബോക്ക് കടലിടുക്കുകളിൽ നിന്ന് വളരെ അകലെയല്ല ഇത്.
ഗ്രേറ്റ് നിക്കോബാറിൽ നാവികശേഷിയുള്ള ഒരു ആഴക്കടൽ തുറമുഖവും വ്യോമതാവളവും സ്ഥാപിക്കുന്നതിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നിലവിലുള്ള ട്രൈ സർവീസസ് കമാൻഡിനെ ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുപ്രധാന സമുദ്രപാതകൾക്ക് സമീപം കപ്പലുകൾ, വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ സ്ഥാപിക്കാൻ ഈ വികസനം ഇന്ത്യക്ക് സാധിക്കും. ഇത് പ്രധാന സമുദ്രപാതകളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും തന്ത്രപരമായി വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം മലാക്ക കടലിടുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം പശ്ചിമേഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയുടെ ഒരു പ്രധാന പങ്ക് ചൈനീസ് തുറമുഖങ്ങൾ എത്തുന്നതിന് മുമ്പേ ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദുർബലതയെ പലപ്പോഴും ചൈനയുടെ മലാക്ക ധർമ്മ സങ്കടം എന്നുവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തിനടുത്തായി ഗ്രേറ്റ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങളും സമുദ്ര സാന്നിധ്യവും ശക്തിപ്പെടുത്തുന്നത് കടലിടുക്കിലേക്കും പുറത്തേക്കും നീങ്ങുന്ന കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കും. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ കീഴിലുള്ള തുറമുഖ പദ്ധതികളിലൂടെയും നാവിക വിന്യാസങ്ങളിലൂടെയും ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചിരിക്കുകയാണ്. ഗ്വാദറിലെയും ഹമ്പൻടോട്ടയിലെയും വികസനങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും വിശാലമായ ഒരു തന്ത്രപരമായ ശൃംഖലയുടെ ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഗ്രേറ്റ് നിക്കോബാറിന്റെ നവീകരണം കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള സാന്നിധ്യം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അതെ, കൊളംബോ, മലേഷ്യയിലെ പോർട്ട് ക്ലാങ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം തുല്യ അകലത്തിൽ പ്രധാന കിഴക്കു പടിഞ്ഞാറൻ അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിലുള്ള ഈ ദ്വീപിന്റെ സ്ഥാനം ഇന്ത്യക്ക് ഒരു അപൂർവ അവസരമാണ് നൽകുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങൾ വഴിയാണ് ഈ 3 തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് ചരക്കിന്റെ 75% നിലവിൽ രാജ്യത്തിന് പുറത്താണ് കൈകാര്യം ചെയ്യുന്നത്. പകുതിയിലധികവും കൊളംബോ വഴിയാണ്. ഇവിടെ അടുത്തായി ഒരു ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം സ്ഥാപിക്കുന്നതിലൂടെ ഒരു ഒഴുക്ക് തിരിച്ചുവിടാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഷാങ്ഹായി, ഷെൻഷൻ തുടങ്ങിയ ലോകോത്തര തുറമുഖങ്ങളുടെ വികസനമാണ് ചൈനയുടെ ഉയർച്ചയ്ക്ക് അടിത്തറ പാകിയത്. ചൈനയുടെ സാമ്പത്തിക തന്ത്രത്തിന്റെയും ഭൗമരാഷ്ട്രീയ വ്യാപ്തിയുടെയും പ്രധാന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഈ തുറമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സാമ്പത്തിക ശക്തിയെ ഉയർത്തുന്നതിന് തുറമുഖങ്ങൾ ഒരു നിർണായക പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. മലാക്ക കടലിടുക്കിനടുത്തുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, തന്ത്രപരമായ മത്സരം തീവ്രമാക്കുന്ന ഒരു മേഖലയിൽ ഇന്ത്യയുടെ സമുദ്രനില ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരട്ട ഉപയോഗ വിമാനത്താവളം ഉൾപ്പെടുത്തുന്നത് ഒരു വാണിജ്യ കേന്ദ്രമായും ഒരു ഫോർവേഡ് തന്ത്രപരമായ ഔട്ട്പോസ്റ്റായും ഈ ദ്വീപിന്റെ പങ്ക് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി ഗ്രേറ്റ് നിക്കോബാർ കൂടെ ഒരു ദ്വിമുഖ തന്ത്രത്തിന്റെ ഭാഗമായി ഉയർന്നു വരുമ്പോൾ വിഴിഞ്ഞം അറബിക്കടലിലൂടെയും പടിഞ്ഞാറോട്ടുള്ള റൂട്ടുകളിലൂടെയുമുള്ള ഗതാഗതം ലക്ഷ്യമിടുമ്പോൾ ഗ്രേറ്റ് നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലും നിർണായകമായ മലാക്ക ഇടനാഴിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2028 ആകുമ്പോഴേക്കും ഇത് പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ കേന്ദ്രങ്ങൾക്ക് വളരെ കാലമായി ഇന്ത്യ വിട്ടുകൊടുത്തിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് വരുമാനത്തിന്റെയും ലോജിസ്റ്റിക്കൽ നിയന്ത്രണത്തിന്റെയും ഒരു ഭാഗം ഇന്ത്യ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി എന്നത് വളരെയധികം നിർണായകമായ ഇന്ത്യയുടെ ഒരു പ്രൊജക്ട് തന്നെയായിരിക്കും. പല രീതിയിലായിരിക്കും ഈ പ്രൊജക്ട് ഇന്ത്യക്ക് സഹായകമായി മാറുന്നത്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.